ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി കഴിഞ്ഞ ദിവസം സർവീസൊക്കെ ചെയ്ത് പോയതാണ്. അപ്പോൾ വണ്ടി ഇടയ്ക്ക് അതിൻ്റെ ഒരു മിസ്സിങ് കംപ്ലയിൻറ്റ് പറയണ്ടായിരുന്നു. വണ്ടി ഇടയ്ക്ക് ഓഫായി പോവാം, പിന്നെ സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ട്, അതേപോലെ തന്നെ ഒരു പൊട്ടൽ പോലെ സൗണ്ട് കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ അത് ശരിക്കും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റാണ്. അതായത് ഒന്ന് ഈ കോയിലിൻ്റെ അളവിൽ നല്ല വേരിയേഷൻ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ ഫ്രണ്ടിൽ വന്ന ഈ ഇരിക്കുന്ന ഇലക്ട്രോണിക് യൂണിറ്റ് CDI യൂണിറ്റ് എന്ന് തന്നെ പറയാം. അത് ഏകദേശം ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ഏകദേശം ഒരു 2000 രൂപ അടുത്ത് നമുക്ക് വിലയുണ്ട് ഈ സാധനത്തിന്. അപ്പോൾ ഈ രണ്ട് കേസും കംപ്ലയിൻ്റാണ്. അതൊന്ന് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം അതിൻ്റെ അളവിൽ നല്ല വേരിയേഷൻ വന്നേക്കണോണ്ട് ഈ ഐറ്റം നമ്മൾ മാറ്റി പുതിയത് വെച്ചിട്ടുണ്ട്. ഈ വെച്ചേക്കണത് പുതിയതാണ് ഇപ്പോൾ സെറ്റ് ചെയ്തതാണ് കേട്ടോ. പക്ഷെ എന്നാൽ പോലും ഒരു കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ളൊരു സാധ്യത നിലവിൽ വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ഈ CDI യൂണിറ്റിൻ്റെ കംപ്ലയിൻറ്റും കൊണ്ടും ഈ സെയിം പ്രശ്നം തന്നെ കാണിക്കാം. അപ്പോൾ HT കോയിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന യൂണിറ്റിൻ്റെയാണ് പ്രശ്നം വരാം കേട്ടോ. അത് നമ്മളിപ്പോൾ വെറുതെ അത്ര എമൗണ്ട് വന്ന കേസ് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ CD യൂണിറ്റ് മറ്റേ HT കോയിൽ മാറ്റി കഴിഞ്ഞപ്പോൾ കംപ്ലയിൻറ്റ് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഈ യൂണിറ്റിൻ്റെ പ്രോബ്ലം കൊണ്ട് കാണിക്കുന്നത് സെയിം ഇത് തന്നെയാണ്. ഇത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. അതായത് ചെക്ക് ചെയ്താലും കറക്റ്റായിട്ട് അതിൻ്റെ വാല്യൂസ് നമുക്ക് അറിയാൻ പറ്റില്ല. മറ്റേ കോയിൽ നമുക്ക് കറക്റ്റായിട്ട് നോക്കുമ്പോൾ അതിനകത്ത് ഇങ്ങനെ വേരിയേഷൻസ് ഉള്ള കാരണം നമ്മളത് മാറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മാറ്റി വെച്ച് ഓടിച്ച് നോക്കാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും മാറ്റി വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഐറ്റത്തിന് ഏകദേശം 12,000 രൂപ ഉണ്ട്. പിന്നെ ഇപ്പോൾ അതിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ പോകല്ലേ. അപ്പോൾ ഒന്ന് കൺഫേം ചെയ്തിട്ട് ഇനി റിപ്പീറ്റ് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഓൾറെഡി ഇത് മാറുന്നതിൻ്റെ കാരണം വെച്ചാൽ ഓൾറെഡി ഇത് കംപ്ലയിൻ്റ് ആണ് അതിനകത്ത്. കാരണം വെച്ചാൽ ഇതിപ്പോൾ ഇപ്പോഴല്ലെങ്കിൽ നമുക്ക് മഴ തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും അത് ഷോട്ടിങ് വരും, നമ്മൾ എന്തെങ്കിലും മാറ്റേണ്ടി വരും. കാരണം ഇതിപ്പോൾ ഇടയ്ക്ക് ഓടുന്നുണ്ട്, ഇടയ്ക്ക് കറക്റ്റ് ആവുന്നുണ്ട്. ചില സമയങ്ങൾ വളരെ എർത്തിങ് ആയ രീതിയിലാണ് കംപ്ലയിൻറ്റ് തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ആ പ്രശ്നം കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മാറ്റിയേക്കുന്നത്. മറ്റേത് നമ്മൾ നോക്കിയിട്ട് കംപ്ലയിൻറ്റ് കാണുകയാണെങ്കിൽ റിപ്പീറ്റ് പ്രോബ്ലം വരാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കട്ടെ, ഈ ഒരു ഐറ്റം മാറ്റി വെച്ചാൽ മതി. അതിന് ഏകദേശം 2000 രൂപ അടുത്ത് 1980 അങ്ങനെ എന്താണ് അതിൻ്റെ റേറ്റ് വരാം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് മാറ്റാത്ത കേട്ടോ. മറ്റേതിന് ഒരു 200 250 രൂപ, ഒരു 300 താഴെയാണ് ഇതിന് വന്നുള്ളൂ. പക്ഷേ മറ്റേ ഐറ്റത്തിന് റേറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്ക് ആ CD യൂണിറ്റ് മാറ്റേണ്ടതായിട്ട് വരും. ഓക്കെ.